Examwinner family, ഈ ഒരു വീഡിയോ രണ്ട് ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്കുള്ളതാണ്. ഒന്ന് പാരൻസിനും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ സ്റ്റുഡൻസിനും. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ കുട്ടികൾക്കുള്ള കുറച്ച് ഇൻഫർമേഷൻസ് മിസ് പറഞ്ഞുതരാം. അപ്പോൾ സംഭവം ഇത്രയുള്ള ഈ ഒരു മാസം 9-ാം തീയതിക്ക് മുന്നേ ആയിട്ട് നിങ്ങളുടെ എല്ലാ ആൻസർ ഷീറ്റുകളും വാല്യൂ ചെയ്ത് തന്നിട്ടുണ്ടാവണം. അപ്പോൾ നിങ്ങൾക്ക് ഒരുവിധം എല്ലാം അത് നിങ്ങൾക്ക് ഇപ്പം തന്നെ കിട്ടിയിട്ടുണ്ടായിരിക്കും. ഇനി അഥവാ നിങ്ങൾക്ക് ഏതെങ്കിലും ആൻസർ ഷീറ്റുകൾ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നാളെയോ മറ്റന്നാളായിട്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആൻസർ ഷീറ്റുകൾ കിട്ടുന്നതായിരിക്കും. ഇനി ആൻസർ ഷീറ്റുകളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത പരിപാടി എന്താണ്? PTA മീറ്റിംഗ് ആണ് അല്ലേ. അപ്പോൾ ഒബ്വിയസ്ലി PTA മീറ്റിംഗ് ഉണ്ടായിരിക്കും ഈ ഒരു മാസം 10 മുതൽ 20-നുള്ളിൽ, അതായത് ഈ ഒരു സെപ്റ്റംബർ 20-ാം തീയതിക്കുള്ളിൽ നിങ്ങളുടെ PTA മീറ്റിംഗ് നടന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ PTA മീറ്റിംഗ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ടെൻഷൻ ആയിരിക്കില്ല. ഈശ്വര ഭഗവാൻ എന്ത് ചെയ്യും, ഇനി പാരൻസ് ഒക്കെ വരും, ചീറ്റൊക്കെ പറയും, ഭയങ്കര ടെൻഷനാകും, മാർക്കൊക്കെ കാണിച്ചു കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഭയങ്കര ടെൻഷനായിരിക്കും. പക്ഷേ അല്ലേ, നമുക്കിപ്പോൾ ഓൾറെഡി ഇനിയിപ്പോൾ ഒന്നും ചെയ്യാല്ല, നമുക്ക് മാർക്കുകളൊക്കെ കിട്ടിക്കഴിഞ്ഞു. പക്ഷെ നമുക്ക് നോക്കി നോക്കാം അല്ലേ, വിഷമിക്കേണ്ട, ശരിയൊക്കെ നോക്കാം. ഓക്കെ, ഇനി ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മാർക്ക് 30%-നും മേലെ ആയിരിക്കണം എന്നുള്ളത് മിസ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് ഈ ഒരു ഓണപരീക്ഷയ്ക്ക് നമ്മുടെ സബ്ജക്റ്റ് മിനിമം നടപ്പിലാക്കുന്നുണ്ട് എന്നുള്ള കാര്യം മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നേ തന്നെ അല്ലേ. അപ്പോൾ ആ ഒരു 30% മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു സബ്ജക്റ്റിൽ നിങ്ങൾ കറക്റ്റായിട്ട് പാസ്സായിട്ടില്ല. അപ്പം നിങ്ങൾ കുറച്ചും കൂടെ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പം 30%-ലും കുറവാണ് നിങ്ങളുടെ മാർക്ക് എന്നുണ്ടെങ്കിൽ ടീച്ചേഴ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള കൺസിഡറേഷൻ തരുന്നതായിരിക്കും. അതായത് എന്തെങ്കിലും എക്സ്ട്രാ ക്ലാസ്സുകളോ സ്പെഷ്യൽ ആയിട്ടുള്ള ക്ലാസ്സുകളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് എന്തെങ്കിലും എക്സ്ട്രാ കാര്യങ്ങൾ, മുന്നേ പഠിച്ചു പോയ കാര്യങ്ങളൊക്കെ ജസ്റ്റ് വീണ്ടും കൂടെ റിവൈസ് ചെയ്യാനുള്ള തരത്തിലോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനൊക്കെ ആയിട്ട് തരുന്നുണ്ടായിരിക്കും. അപ്പോൾ അതെന്ത് ചെയ്യുക, കറക്റ്റായിട്ട് തന്നെ യൂട്ടിലൈസ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് ടീച്ചേഴ്സ് അവർ അത്രയും സ്പെഷ്യൽ ആയിട്ടുള്ള എഫേർട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അടുത്ത ക്രിസ്മസ് പരീക്ഷ ആകുമ്പോഴേക്കും നിങ്ങളുടെ മാർക്ക് കുറച്ചും കൂടെ ഒന്ന് ലെവലപ്പ് ചെയ്യാനാണ്. അതായത് ഒന്നുകൂടെ ഒന്ന് നിങ്ങൾ റെഡി ആയിട്ട് വരാൻ. ഇതേപോലെ തന്നെ 30% താഴെയായിട്ട് മാർക്ക് അടുത്ത എക്സാമിനും കിട്ടിയാൽ ശരിയാവുമോ? ഒരിക്കലും ശരിയാവില്ലല്ലോ. ഇപ്പം നമുക്ക് ഓൾറെഡി ഭയങ്കര സങ്കടമായിട്ടുണ്ടായിരിക്കും മാർക്കൊക്കെ കിട്ടിയിട്ടുണ്ടായിരിക്കുമ്പോൾ. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യണം, ഒന്നും കൂടെ ഒന്ന് കൂട്ടിയെടുക്കണം അല്ലേ. അപ്പോൾ പേടിക്കേണ്ട, നിങ്ങളെ കൊണ്ട് സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടീച്ചേഴ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു സപ്പോർട്ട് ടീച്ചേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ അതെന്ത് ചെയ്യുക, അതൊരിക്കലും വേസ്റ്റ് ആക്കി കളയാതെ കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് തന്നെ അടുത്ത വട്ടം കിട്ടും മക്കളെ. ഓക്കെ, റെഡി ആണല്ലോ. അപ്പോൾ അടുത്ത വട്ടം ഇതേപോലെ ആവരുത്, നല്ല രീതിക്ക് എന്ത് ചെയ്യണം, ഫുൾ മാർക്ക് കൊണ്ടിട്ട് അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഉള്ള മാർക്കിനേക്കാളും കുറച്ചും കൂടെ എന്ത് ചെയ്യുക, നല്ല മാർക്കിന് അതിനുവേണ്ടി ഒന്ന് മാർക്ക് കൂട്ടാനായിട്ട് ട്രൈ ചെയ്യാം. റെഡി ആണല്ലോ? പ്രോമിസ് ആണോ? പ്രോമിസ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ജസ്റ്റ് ഒന്ന് ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്യുക. വേഗം തന്നെ പ്രോമിസ് മിസ്, അടുത്ത ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഞാൻ ഇപ്പോൾ ഉള്ളതിനേക്കാൾ നല്ലോണം അല്ലേ കുറച്ചെങ്കിലും മാർക്ക് ഞാൻ എന്തായാലും കൂട്ടിയിരിക്കും എന്നുള്ളത് എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ പറയുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ തൊട്ടടുത്ത് പാരൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ പാരൻസിനെ കാണിച്ചു കൊടുക്കാം. ഓക്കെ, പിന്നെ മിസ്സിന് പറയാനുള്ളത് നമ്മുടെ പാരൻസിൻ്റെ അടുത്താണ്. നമ്മുടെ കുട്ടികൾ ഭയങ്കര ടെൻഷൻ അടിച്ചിട്ടിരിക്കുകയായിരിക്കും. അവർക്ക് ചീത്ത കേൾക്കുമോ, മാർക്കൊക്കെ കുറഞ്ഞു പോയാൽ ഭയങ്കര അല്ലേ, അവർ ഓൾറെഡി ഡൗൺ ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ അവർക്ക് ഭയങ്കര ടെൻഷനാണ്, അച്ഛൻ്റെ അമ്മയുടെ എന്നൊക്കെ ചീത്ത കേൾക്കുമോ എന്നൊക്കെ പേടിച്ചിട്ട്. അപ്പോൾ പാരൻസിൻ്റെ അടുത്ത് എനിക്ക് പറയാനായിട്ട് ഒരേ ഒരു കാര്യമുള്ളൂ, ഇത്തവണത്തേക്ക് അവരെ നിങ്ങളാരും ഒന്നും ചീത്തയൊന്നും പറയണ്ട. കാരണം ഇപ്രാവശ്യത്തെ എക്സാം എന്നുള്ളത് അത്യാവശ്യം നല്ല ടഫായിരുന്നു, നല്ല സ്റ്റാൻഡേർഡ് ലെവലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. അവർ ഇത്രയും കാലം എഴുതി വന്നിരുന്ന ആ ഒരു പാറ്റേൺ അല്ല, അതിൽ നിന്ന് നല്ല വ്യത്യാസമുണ്ട് ഇപ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ. അപ്പോൾ എന്തായാലും നമ്മുടെ ഇത് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കിയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്കും അറിയാം നല്ലോണം മാർക്ക് പലർക്കും ഇപ്രാവശ്യം കുറയാൻ നല്ല സാധ്യതയുണ്ടെന്നുള്ളത്. അപ്പോൾ അവരുടെ മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തവണയ്ക്ക് നമുക്ക് എന്ത് ചെയ്യേണ്ട, അവരെ ഒരുപാട് വഴക്കൊന്നും പറയണ്ട. എന്തായാലും ഒബ്വിയസ്ലി നല്ല ടഫായിരുന്നല്ലോ എക്സാം. അപ്പോൾ നമുക്ക് ഇപ്രാവശ്യം അവരെ ജസ്റ്റ് ഒന്ന് ചേർത്ത് പിടിച്ച് നിർത്തിയിട്ട് അടുത്ത എക്സാമിന് നമുക്ക് കുറച്ചും കൂടെ നല്ല മാർക്കോട് കൂടെ എടുക്കാം അല്ലേ. നല്ല മാർക്ക് അടുത്ത വട്ടത്തേക്ക് നോക്കണം മക്കളെ, ശരിയാക്കി എടുക്കാൻ പറ്റും എന്നുള്ള രീതിക്ക് അവർക്ക് നമുക്കൊരു മോട്ടിവേഷൻ കൊടുക്കുക ഇപ്പോൾ തൽക്കാലത്തിന്. ഓക്കെ, കാരണം നമ്മളും കൂടെ ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒന്നും കൂടെ ഡൗൺ ആയി പോവുകയുള്ളൂ. അപ്പം നമുക്ക് അതെന്താ ചെയ്യുക, അവർക്ക് ആ ഒരു മോട്ടിവേഷൻ കൊടുത്തു നോക്കാം. ഇത്തവണ നമുക്ക് ഇപ്രാവശ്യം ഓണപരീക്ഷയല്ല ആയിട്ടുള്ളൂ, ജസ്റ്റ് സ്റ്റാർട്ടിങ് ആയിട്ടുള്ളൂ. അപ്പോൾ ഇപ്രാവശ്യം കുറച്ച് ചാപ്റ്റേഴ്സ് മാത്രമേ തീർന്നിട്ടുള്ളൂ. പക്ഷേ ഇത് അവർക്ക് ഇപ്പം തന്നെ അവർ ഓൾറെഡി ഡൗൺ ആയി കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ഇനി അതിൻ്റെ കൂടെ ഇനി ക്രിസ്മസ് പരീക്ഷയും കൂടെ ഡൗൺ ആയി കഴിഞ്ഞാൽ മൊത്തത്തിൽ സീനായിരിക്കും. ആ സമയത്ത് നമുക്കൊന്നും ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല, കാരണം അപ്പോഴേക്കും ഒരുപാട് ചാപ്റ്റേഴ്സ് തീർന്നിട്ടുണ്ടായിരിക്കും. ഇപ്രാവശ്യം ഓണപരീക്ഷ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ മുതൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒന്നും കൂടെ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ അവർക്ക് ഒരു സെക്കൻഡ് ചാൻസും കൂടെ കൊടുക്കുക. അവർ പഠിക്കുന്ന രീതിയിലുള്ള ചില മിസ്റ്റേക്കുകൾ കൊണ്ടായിരിക്കും അവർക്ക് ഇപ്രാവശ്യം ആ ഒരു നല്ല രീതിക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കാതെ പോയിട്ടുണ്ടാവുക. കാരണം നമുക്ക് ഒന്നും ഔട്ട് ഓഫ് സിലബസ് അല്ല ചോദിച്ചിട്ടുള്ളത്, ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ആ ഉള്ള സിലബസിൽ നിന്ന് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. പക്ഷേ അവർ പഠിക്കുന്ന രീതിയിലുള്ള പ്രശ്നമാണ്. കാരണം നല്ല വൃത്തിക്ക് ഓരോ ചാപ്റ്ററിൻ്റെ മുക്കും മൂലയും നല്ല വൃത്തിയായിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ, അതും ഒന്നും ഇനി കാണാപ്പാടം പഠിച്ചിട്ടൊന്നും കാര്യമില്ല. പലരും മാത്സ് അടക്കം കാണാപ്പാടം പഠിക്കുന്ന കുട്ടികളുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും പഠിച്ചിട്ട് കാര്യമില്ല. നല്ല
രീതിക്ക് ആലോചിച്ച് മനസ്സിലാക്കി പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇനിയുള്ള ഓരോ ക്വസ്റ്റ്യൻസിനും ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ രീതിക്ക് നമ്മൾ അവരെ ഒന്ന് റെഡിയാക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓരോ ക്ലാസ്സുകളായാലും അവർ പഠിക്കുന്ന കാര്യങ്ങളായാലും നല്ലോണം വൃത്തിയായിട്ട് മനസ്സിലാക്കി പഠിക്കണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പാരൻസിന് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. അവർക്ക് വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ക്ലാസ്സുകൾ തന്നെ പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ അവിടെ നിങ്ങൾ പാരൻസിനെ പോലെ തന്നെ നമ്മുടെ ഇവിടെ ടീച്ചേഴ്സ് ആയാലും ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ട്. അടുത്ത ഇനി ക്രിസ്മസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അത്രയും നല്ല മാർക്ക് നമ്മുടെ കുട്ടികൾ വാങ്ങിയെടുക്കണം, അല്ലെങ്കിൽ അവർക്ക് ഇപ്പോഴുള്ള ലെവലിൽ നിന്നും എന്തായാലും അവരെ കയറ്റിയെടുക്കണം എന്നുള്ളൊരു ആഗ്രഹത്തോട് കൂടിയിട്ടാണ് ഇവിടെയുള്ള നമ്മുടെ എല്ലാ ടീച്ചേഴ്സും നിൽക്കുന്നത്. അപ്പോൾ അവർക്ക് നിങ്ങളൊരു നല്ലൊരു ക്ലാസ് പ്രൊവൈഡ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം അവർക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ അവരോട് ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കുക, മക്കളെ നിങ്ങൾക്ക് ഈ ക്ലാസ് മനസ്സിലാകുന്നുണ്ടോ എന്നുള്ള ചോദിച്ചാൽ, നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമുണ്ടോ അല്ലെങ്കിൽ പഠിക്കാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചു നോക്കുക. അങ്ങനെ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല നല്ല ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് എക്സാമിനറിൻ്റെ ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് ആഗ്രഹം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഫാമിലിയിൽ അഡ്മിഷൻസ് നമ്മൾ ഇപ്പോഴും ഓപ്പൺ ആണ്. കാരണം നമ്മുടെ കുട്ടികൾക്ക് ഇനിയും ഒരുപാട് ആവശ്യങ്ങളുണ്ട്, അവർക്ക് ഇനിയും ഒരുപാട് ചാപ്റ്റേഴ്സ് പഠിച്ച് തീർക്കാനുണ്ട്. ഓൾറെഡി ഓണപരീക്ഷയ്ക്ക് പഠിച്ചു കഴിഞ്ഞതിൽ നിന്ന് തന്നെ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും അറിയുന്നുണ്ടാവില്ല, പലരും മറന്നു പോയിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ ആ പല പോർഷൻസ് അവർ പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരിക്കില്ല. ചിലതൊക്കെ എന്തൊക്കെയോ അവിടെ നിന്ന് പരീക്ഷയുടെ തലേദിവസം ചെറുതായിട്ടൊന്ന് നോക്കി പോയിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പം അങ്ങനെയൊക്കെയുള്ള കുട്ടികൾക്ക് ആദ്യം മുതൽ പഠിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് നമ്മളിവിടെ നിങ്ങൾക്ക് ഒരുക്കി തരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇനി അങ്ങോട്ടുള്ള എല്ലാ ക്ലാസ്സുകളുടെയും ലൈവായിട്ടുള്ള ക്ലാസ്സുകൾ, അതായത് ഇനി അങ്ങോട്ടുള്ള എല്ലാ ചാപ്റ്റേഴ്സും നമ്മുടെ ടീച്ചേഴ്സ് ലൈവായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകൾ ഇടയിൽ വരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഓൺ ദ സ്പോട്ട് ചോദിക്കാം. ഓക്കെ, മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഒന്നും കൂടെ ചോദിച്ചു നോക്കാം. അപ്പോൾ ടീച്ചേഴ്സ് വീണ്ടും ഒന്നും കൂടെ പറഞ്ഞു തരുന്നതായിരിക്കും. പിന്നെ അതേപോലെ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുന്നേ നടന്നിട്ടുള്ള ക്ലാസ്സുകളുടെയൊക്കെ, അതായത് ഓണപരീക്ഷയ്ക്ക് മുന്നേ നമ്മുടെ കുറേ ചാപ്റ്റേഴ്സ് തീർന്നിട്ടുണ്ടല്ലോ, ആ ചാപ്റ്റേഴ്സിൻ്റെ ഒക്കെ റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ്സുകളും ഓൾറെഡി നമ്മുടെ ആപ്പിൽ ഉണ്ടായിരിക്കും. അപ്പോൾ അതിന് അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് വീണ്ടും വീണ്ടും എടുത്ത് നോക്കാം, വീണ്ടും ഇരുന്ന് പഠിക്കാം. ഇപ്പോൾ ഇടയിൽ നമുക്കിനി ലീവുകളൊക്കെ കിട്ടുന്ന സമയത്ത് എന്ത് ചെയ്യാം, ആ ക്ലാസ്സുകളൊക്കെ ഇരുന്ന് കാണാം. പിന്നെ അതേപോലെ തന്നെ നോട്ട്സുകൾ, പലർക്കും നോട്ടുകളില്ല എന്നുള്ളതാണ് പ്രധാന പ്രശ്നം. അപ്പോൾ പരീക്ഷയുടെ സമയമാകുമ്പോഴാണ് എല്ലാവരും നോട്ടൊക്കെ തപ്പുന്നുണ്ടായിരിക്കുക. അപ്പോൾ അതുകൊണ്ട് നോട്ട്സിന് തപ്പി കഷ്ടപ്പെട്ട് കണ്ടുപിടിക്കാൻ നിൽക്കണ്ട. നിങ്ങൾക്ക് എല്ലാ നോട്ട്സുകളും ആപ്പിൽ അവൈലബിൾ ആണ്. മുന്നേ നടന്നിട്ടുള്ള ചാപ്റ്റേഴ്സിൻ്റെ ആയാലും എല്ലാത്തിനും നോട്ട്സുകൾ ഉണ്ടായിരിക്കും. പിന്നെ അതേപോലെ തന്നെ ചാപ്റ്റർ വൈസുള്ള വർക്ക്ഷീറ്റ്, ഈ വർക്ക്ഷീറ്റ് എന്ന് വെച്ചാൽ ഇത്രയുള്ളൂ, ഒരുപാട് ക്വസ്റ്റ്യൻസും അതിന് ആൻസേഴ്സും ഒപ്പം ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നിങ്ങൾക്ക് നമ്മുടെ ആപ്പിൽ തന്നെ ഉണ്ട്. ഓരോ ചാപ്റ്റേഴ്സിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ വർക്ക്ഷീറ്റ് ഉണ്ടായിരിക്കും, അത് കറക്റ്റായിട്ട് തന്നെ കണ്ടുപോവുക. പിന്നെ അതേപോലെ തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അതായത് ഈ ഇപ്രാവശ്യം സിലബസ് മാറിയതല്ല, മുൻവർഷങ്ങൾ കഴിഞ്ഞ വർഷം സിലബസ് മാറിയിട്ടുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, മുൻവർഷ ചോദ്യങ്ങളുടെ ആൻസേഴ്സും കൊടുക്കുന്നതായിരിക്കും. പിന്നെ അതേപോലെ തന്നെ 8ാം ക്ലാസ് മുതലുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ എക്സാമിനർ ബുക്ക് സെറ്റും കൂടെ അവർക്ക് സ്പെഷ്യലായിട്ട് ഉണ്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള എക്സാംസ് നടത്തുന്നതായിരിക്കും. പിന്നെ ഈ ഓണപരീക്ഷ, ക്രിസ്മസ് പരീക്ഷയ്ക്ക് മുന്നേ തന്നെ നമ്മൾ ആ ഒരു പരീക്ഷയിൽ ചോദിക്കുന്ന തരത്തിലുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും നമ്മൾ അവിടെ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെയൊക്കെ മുന്നേ നടന്നു പോയിട്ടുള്ള ടെസ്റ്റുകളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറും ആൻസർ കീയും അടക്കം എല്ലാം നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. അത് കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, ചെയ്തു പോവുക, കറക്റ്റായിട്ട് പഠിച്ചു പോവുക. ഓക്കെ, അത്ര മാത്രമേ ചെയ്യാനുള്ളൂ. അപ്പോൾ ഇപ്രാവശ്യം നമ്മുടെ കുട്ടികൾക്ക് വീണ്ടും ഒന്നും കൂടെ റീസ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടിയാണ് ഇവിടെ തരുന്നത്. ഓക്കെ, ഒരു സെക്കൻഡ് ചാൻസ് ആണ്, അത് ഒരിക്കലും മിസ്സാക്കി കളയരുത്. നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് തന്നെ യൂട്ടിലൈസ് ചെയ്യുക. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിടിച്ചാൽ കിട്ടും. പക്ഷേ ഇനി ക്രിസ്മസ് പരീക്ഷയ്ക്കാണ് ഈ ഒരു തോന്നൽ വരുന്നുണ്ടെങ്കിൽ ആ നേരത്തെ നമുക്ക് പിടിച്ചാൽ കിട്ടില്ല മക്കളെ. കാരണം ഒരുപാട് പോർഷൻസ് നമുക്ക് തീർന്നിട്ടുണ്ടായിരിക്കും, പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലേ. നമ്മൾ അത്രയും പിന്നെ ഒരു മല ചുമക്കുന്ന പോലെ അത്രയും വലിയൊരു ബേർഡൻ ആയിട്ട് മാറും. അപ്പം അങ്ങനെ നിൽക്കരുത്. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പഠിച്ചു പോയാൽ മതി, നമ്മളെ കൊണ്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇപ്പം തന്നെ എന്ത് ചെയ്യുമോ, ഒന്ന് ട്രൈ ചെയ്യുക അല്ലേ. നമ്മളൊന്ന് ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ഓരോ ചാപ്റ്ററും നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ ടീച്ചേഴ്സ് പറഞ്ഞു തരുന്നതായിരിക്കും. പ്രത്യേകിച്ച് ഇപ്പോൾ മിസ്സൊക്കെയാണ് ക്ലാസ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികൾ ക്ലാസ് കാണുന്ന നമ്മുടെ ബാച്ചിലുള്ള കുട്ടികൾക്ക് അറിയാം. ഞാനാണെങ്കിൽ ഓരോ പോർഷൻസും പറഞ്ഞുതരും. ക്ലാസ് എടുത്ത് കഴിഞ്ഞതിന് ശേഷം നോട്ടൊക്കെ വെച്ചിട്ടാക്കി നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നുണ്ടെങ്കിൽ പിന്നെ അതേപോലെ തന്നെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കും കൂടെ ഒപ്പം വായിച്ച് തരുന്നതായിരിക്കും. ഓക്കെ, പറഞ്ഞാൽ അങ്ങനെ നല്ല ടെക്സ്റ്റ് ബുക്കും കൂടെ ഒരുമിച്ച് വായിച്ച് പോയാലാണ് ഇനി നമുക്ക് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാകാൻ പറ്റുള്ളൂ. ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കി വൃത്തിക്ക് പഠിച്ചാൽ മാത്രമാണ് ഏത് തരത്തിൽ ക്വസ്റ്റ്യൻസ് വന്നാലും ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇനി പഠിക്കണം. ഇനി നോ കോംപ്രമൈസ്, നല്ല രീതിക്ക് പരീക്ഷ തലേ ദിവസം കുറേ നേരം ഇരുന്ന് പഠിക്കുക, അതൊന്നും ഒരു കാര്യമില്ല. എല്ലാ ദിവസവും കുറച്ച് വീതം എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് മാറ്റി വെക്കുക ടൈം. ഓക്കെ, റെഡി. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു എക്സാമിനെ ഫാമിലിയിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ മിസ് 2 നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ 2 നമ്പറിൽ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ജസ്റ്റ് ഒരു വാട്സപ്പിൽ ഒരു ഹായ് മെസ്സേജ് അയക്കുക. അപ്പോൾ അടിപൊളിയായിട്ട് എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങാം. ഓക്കെ, ഇനി നമുക്ക് വേറെ വഴികളൊന്നുമില്ല, നന്നായിട്ട് പഠിക്കുക മാത്രമേ ഉള്ളൂ.
ഓക്കെ, പരീക്ഷയുടെ തലേ ദിവസം വെച്ച് ആ നേരത്ത് നോക്കാം എന്നൊന്നും വിചാരിച്ചിട്ട് ഇരിക്കാനേ പറ്റില്ല. ഇപ്പം തന്നെ നന്നായിട്ട് പഠിച്ചു തുടങ്ങുക. അപ്പം റെഡി ആണെന്നുണ്ടെങ്കിൽ നമ്മളും ഇവിടെ ടീച്ചേഴ്സ് എല്ലാവരുടെയും റെഡി ആയി കഴിഞ്ഞു. ഈ വീക്ക് മുതൽ നമ്മൾ ക്ലാസ്സുകളൊക്കെ റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഫുൾ ഉഷാറായിട്ടിരിക്കുക, അടിപൊളിയായിട്ട് പഠിക്കുക.